ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചക്കയടയാണ്. കാരണം നല്ല അടിപൊളി വരിച്ച ചക്ക ഉണ്ടായിരുന്നു. ഈ വരിച്ച ചക്ക എന്തൊരു മധുരമാണെന്ന് നോക്ക്, നല്ല തേൻ മധുരമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് ഒരട ഉണ്ടാക്കിയാൽ എന്താണെന്ന്. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അട. അപ്പം ഞാൻ ആ ചക്ക അതിൻ്റെ കുരുവെല്ലാം മാറ്റി വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. അതിലേക്കൊരു 3-4 നമ്മുടെ ഏലക്കയും കൂടെ ചേർത്ത് വേണം. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ നന്നായിട്ട് ഇതുപോലെ നല്ല ക്രീം പരുവത്തിൽ അരച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട തേങ്ങയാണ്. അത്യാവശ്യം തേങ്ങയുടെ ടേസ്റ്റൊക്കെ വേണമെന്ന് തോന്നുന്നത് അത്യാവശ്യം തേങ്ങ ഇട്ടുകൊള്ളുക. അപ്പം നമ്മൾ മുമ്പേ അരച്ച് വെച്ച മറ്റേ സംഭവം കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അരിപ്പൊടിയും നമ്മൾ തിളപ്പിച്ച് വെച്ച നമ്മുടെ ഈ നന്നായിട്ട് വെട്ടിത്തിളച്ച ശർക്കര പാനിയാണ്. അപ്പോൾ അതുകൊണ്ട് അരിപ്പൊടിയിലേക്ക് ആ ശർക്കര പാനി വെച്ചിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അല്ലാതെ ചൂടുവെള്ളമല്ല, ശർക്കര പാനിയാണ് ഇട്ട് കുഴച്ചെടുക്കുന്നത്. നല്ല ചൂടുണ്ട് ശർക്കര പാനിക്ക്, അതുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില ഇങ്ങനെ നല്ല ചെറിയ, ഒരുപാട് വെള്ളത്തിൽ വേണ്ട, ഇത്രയും വെള്ളത്തിലൊന്ന് കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ട് കൊടുത്തിട്ട് നമ്മുടെ കയ്യിലും ഇത്തിരി വെള്ളം നനച്ചിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് കട്ടിയില്ലാതെ ഒന്ന് പരത്തി കൊടുക്കണം. നല്ല കട്ടിയിൽ വേണ്ട, കനം കുറച്ച് പരത്തിയെടുക്കുക. എന്നാലും നമുക്കിതെല്ലാം പരത്തി എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇതുപോലെ നീട്ടി കട്ടിയില്ലാതെ പരത്തി എടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് പരത്തി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം നമുക്ക് എങ്ങനെയാണെന്ന്. അപ്പോൾ ഏകദേശമൊക്കെ ഞാൻ പരത്തിയിട്ട് ഇങ്ങനെ അപ്പച്ചമ്പിൽ നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കത്തില്ലേ, ഇടിയപ്പവും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കില്ലേ, അതിലാണ് വേവിക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ സംഭവം എല്ലാം പരത്തിയെടുത്ത് വേവിക്കാൻ വെച്ചു. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടയാണ് കേട്ടോ. നമ്മുടെ അട എന്തായാലും റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് സെക്കൻഡ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ ചക്കയുടെ ആ ഒരു ഫ്ലേവറും മണവും ഒക്കെ ഇതുണ്ടാക്കി കഴിയുമ്പോൾ ആ ഫ്ലേവർ കിട്ടില്ല. കുറച്ച് നേരം കഴിഞ്ഞ് ആ ചൂടൊക്കെ പോയി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം രാവിലെ ഇത് എടുത്തപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു, ചക്കയുടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ബൈ, ടേക്ക് കെയർ.